ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നെല്ലിയാമ്പതി ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെയുള്ള ഫാം ഹൗസിലാണ് കാണാൻ പോയത്. അപ്പോൾ അവിടെ എമ്മും ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ പേർഷ്യൻ ക്യാറ്റ് കുറേ ഉണ്ടായിരുന്നു. ഒരു 13 ഒരു കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് മാറിയിട്ടാണ്. കുറേ മുയലുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്രാവ്, കിളികൾ, ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാത്തിനെയും. ഈ വെള്ളപ്രാവിനെയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പുറത്താണെങ്കിൽ ഈ കുറേ പട്ടികളൊക്കെ ഉണ്ട്. ഭയങ്കര സൗണ്ടായിരുന്നു അത് കുരച്ചിട്ട്. ഈ പട്ടി പാവം കേട്ടോ. അപ്പുറത്തെ പട്ടിയൊന്നുമില്ല. അതിൻ്റെ അപ്പുറത്തെ കൂട്ടിൽ 2 ഉണ്ട്. അത് ഭയങ്കര കുറയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടി നടന്നു വരികയാണ്. ഞാനും ആൻറ്റി നേരത്തെ വന്നിരുന്നു അവിടെ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് വേണം ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ റൂമിൻ്റെ അടുത്തോട്ട് പോവാണ്. റൂമിൻ്റെ അവിടെ പോയപ്പോഴാണെങ്കിൽ ഇവരൊക്കെ വെക്കേറ്റ് ചെയ്യാൻ പോയി. അമ്മ ഫോൺ ചാർജ് ചെയ്യാൻ പോയി. ഞാനും ആൻറ്റിയും കൂടി കാറിൻ്റെ അകത്ത് പെട്ടു. ചുറ്റിനാണെങ്കിൽ നിറച്ച് കുരങ്ങന്മാർ. വണ്ടിക്കകത്ത് കുറേ സ്നാക്സൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കാറിനിട്ട് ഇങ്ങനെ തല്ലിക്കൊണ്ടേ ഇരിക്കുക. ഞാനാണെങ്കിൽ കുരങ്ങനിട്ട് പറ്റിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഉച്ചയായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് കഴിക്കാൻ വേണ്ടി കൈ കഴുകാൻ പോയി. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അടുത്ത സ്ഥലം കാണാൻ പോകാൻ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു തൂക്കുപാലമുണ്ട്, നമ്മൾ അവിടെ പോകുന്നത്. ഒരുപാട് ചുറ്റിയിട്ട് വേണം അങ്ങോട്ട് കയറി പോകാൻ. പോകുന്ന വഴിക്കൊക്കെയാണെങ്കിൽ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയതാണ് തൂക്കുപാലം. എൻ്റെ താഴെ കൂടിയിട്ട് പുഴയാണെന്ന് തോന്നുന്നു. നല്ല കാറ്റും കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട്. ഈ കാട്ടിലാണെങ്കിൽ സിംഹവാലൻ കുരങ്ങുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോകുമ്പം കാണാൻ പറ്റുമോ നോക്കാം. ഗൈസ്, ഇവർ ഈ തൂക്കുപാലത്തിൻ്റെ അപ്പുറം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഈ കാടിൻ്റെ ഉള്ളിലോട്ട് കയറരുതെന്ന്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ സിംഹവാലൻ കുരങ്ങിനെ കണ്ടു. അപ്പം നമ്മൾ നേരെ തൂക്കുപാലത്തിൻ്റെ താഴെ ഇറങ്ങി. കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല സൈലൻസ്, നല്ല കാറ്റൊക്കെ ആയിരുന്നു. തണുപ്പത്ത് ചായയൊക്കെ കുടിക്കാൻ നല്ല രസമല്ലേ. നല്ല തണുപ്പായിരുന്നു അവിടെ. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ ചായക്കടയിലോട്ട് പോയി. അതാണ് കേട്ടോ ചായക്കട. അതിൻ്റെ അടുത്ത് തന്നെ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. നമ്മൾ ആദ്യം വ്യൂ കണ്ടിട്ട് ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ പോയപ്പോഴാണെങ്കിൽ അവിടെ 3-4 പട്ടികളുണ്ടായിരുന്നു. അതാണെങ്കിൽ ഞങ്ങൾ എന്ത് മേടിക്കുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പുറകെ വരും. എനിക്കാണെങ്കിൽ പേടിയായി. അപ്പോൾ അടുത്തായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയി. അവിടെ നെല്ലിമരമൊക്കെ ഉണ്ട്. നെല്ലിയാമ്പതിയിൽ വന്ന് മെയിനായിട്ട് കാണേണ്ട സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. പോകുന്ന വഴിക്കാണെങ്കിൽ ഫുള്ളിങ്ങനെ കല്ലുകളാണെങ്കിൽ കാലൊക്കെ വേണിച്ച് നടന്നിട്ട്. നല്ല സൂപ്പർ സ്ഥലമാണ്. നല്ല കാറ്റാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, നല്ല സൂപ്പർ വ്യൂ ആണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ താഴത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു വേലി പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മുമ്പ് ഈ സൂസൈഡൊക്കെ നടന്നിട്ടുള്ളതുകൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് താഴത്തോട്ട് പോകണം ഗൈസ്. പിന്നെ നമ്മൾ പാട്ടൊക്കെ ഇട്ട് വൈബാക്കി താഴെ വരെ പോകാൻ എന്തായാലും 3-4 മണിക്കൂർ എടുക്കും. ഇവിടെയാണെങ്കിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നല്ല പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. FM-ലേ പാട്ടിടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ താഴത്തോട്ട് ഇറങ്ങുന്ന വഴി നല്ല വ്യൂ ആണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഫുള്ള് കാടുകളൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് ഈ ടീ എസ്റ്റേറ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ രാത്രിയായപ്പോൾ നമ്മൾ ഫുള്ള് വൈബാക്കി. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ട്രിപ്പ് തീർന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെല്ലിയാമ്പതിയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സൂപ്പറാണ്. എല്ലാവരും വന്ന് നോക്കൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ.